ഹലോ, നമുക്കിന്നൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കിയാലോ? അതൊരു പേപ്പർ കപ്പ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് 2 സ്റ്റിക്കാണ്. ഒരേ അളവിലുള്ള 2 സ്റ്റിക്ക് എടുക്കുക. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈർക്കൽ യൂസ് ചെയ്യാം കേട്ടോ, ഒരേ അളവിൽ. പക്ഷെ നമുക്ക് റബ്ബർ ബാൻഡ് വേണം. അതിനുശേഷം നമുക്കൊരു പേപ്പർ കപ്പ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട്. നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. കൂടാതെ നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പർ കപ്പ് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമ്മളൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെയ്തേക്കുന്ന പെൻസിലിട്ടിട്ട് ഒരു ചെറിയൊരു ഹോൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഒരു വട്ടം വെച്ച്, നമ്മൾ ജസ്റ്റ് പെൻസിൽ വെച്ച് നമ്മളൊന്ന് വട്ടം ചെയ്ത് കൊടുക്കുക, ഒരു റൗണ്ട്. എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ടറോ കത്തിയോ നമുക്ക് ഏതാണോ ഈസി മെത്തേഡ് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന കട്ടറാണ്. കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ആ റൗണ്ട് ഷേപ്പാക്കി എടുക്കുവാണ്. നമുക്ക് കറക്റ്റ് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ, ഏകദേശം ഇതുപോലെ റൗണ്ടായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് എടുക്കുക, ഒരു സ്റ്റിക്ക് കൊടുക്കുക. കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു നമ്മൾ മാലയുടെയൊക്കെ മുത്തില്ല അതുപോലെ എടുക്കുക. ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഹോളിൽ കൂടി ഇട്ടിട്ട് എടുക്കണം. എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ കൂടെ റബ്ബർ ബാൻഡ് കയറ്റിയിട്ട് ഏകദേശം ഒരു സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ആ മുത്തും കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ടൈറ്റാക്കി എടുക്കുക. ടൈറ്റാക്കി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൈറ്റാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഹോളിട്ട കപ്പില്ലേ, ആ കുഞ്ഞ് ഹോളിലേക്ക് നമ്മൾ റബ്ബർ ബാൻഡിൻ്റെ മറ്റേ വശം ഒന്ന് ജസ്റ്റ് ഇറക്കിയെടുക്കണം. ഞാൻ പെൻസിൽ വെച്ച് ജസ്റ്റ് കുത്തിയാണ് ഞാൻ ഇറക്കിയത്. എന്നിട്ട് ഏകദേശം നമ്മളത് സെൻറ്റർ പോർഷൻ വന്നതെന്നുള്ളത് കൺഫേം ആക്കുക. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഹോളിലേക്കൊരു വാല് പോലത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഹെലികോപ്റ്ററിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. അപ്പോൾ അതിന് ശേഷം ഒന്ന് കോൺ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. അതിന് ലെങ്ത് ഒന്നുമില്ല, ഏകദേശം ഒന്ന് ആക്കി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാനൊന്നത് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഗം വെച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ആ ബാക്കൊന്ന് ജസ്റ്റ് ഒരു റൗണ്ട് പോലെ കയറി ഇറങ്ങിയിരിക്കുന്ന പോർഷൻസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ബാക്കി കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ഹോളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂർത്ത ഭാഗം കയറ്റി ഒന്ന് ടൈറ്റാക്കി വെക്കണം. അത് ലൂസായി പോകാൻ പാടില്ല, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് ടൈറ്റാക്കുക. ടൈറ്റായതിന് ശേഷം അതിൻ്റെ ഒരു എക്സ്ട്രാ ഭാഗം അതിൻ്റെ അകത്തുണ്ടാകും, അത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വലിക്കുന്ന സമയത്ത് അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത്. എന്നിട്ടത് ടൈറ്റായിട്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അകത്തുള്ള റബ്ബർ ബാൻഡ് വലിച്ച് അടുത്ത സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ ഏകദേശം സെൻറ്റർ പോർഷൻ പോലെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷേപ്പായില്ലേ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ചിറകിനൊക്കെ, അതിനുള്ള പേർപ്പസ് നമ്മൾ റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഈ വീഡിയോ കാണിച്ച പോലെ ഞാനൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ടൈറ്റാക്കുന്നത്. നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്കത് സെറ്റാക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു വല പോലെയൊക്കെ കിട്ടും. അതൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലുള്ള ഇതിനൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിക്കിനെ മറയ്ക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കിൻ്റെ അത്രയും വലുപ്പമുള്ളൊരു പേപ്പർ കഷ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ സെയിം ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചാണ് ഞാനത് സ്റ്റിക്ക് ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് ഷേപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് സ്റ്റിക്കായെന്ന് ഉറപ്പ് വരുത്തുക. അതിന് സെൻറ്റർ പോർഷനിൽ നമ്മൾ അതുപോലെ കൊടുത്തിട്ട് ഒരു ക്രോസാക്കി പിന്നെയും കൊടുക്കുന്നു.
അത് കറക്റ്റ് ഏകദേശം ക്രോസ് കറക്റ്റായിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിലും നമുക്കതുപോലെ ഒരു ഫാൻ പോലെ നമ്മളാക്കി കൊടുക്കണം. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു ക്രോസ് ഷേപ്പ് വരുന്ന രീതിയിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറും നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ പോർഷനിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഷേപ്പ് സെറ്റായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇങ്ങനെ. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഒരു മോഡിഫിക്കേഷന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ആ പേപ്പറിൽ ഒരു ലവിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാൻ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പശ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്കിവിടെ ഏത് വേണമെങ്കിലും ആക്കാം. നമുക്ക് പൂച്ചേനെ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഡിസൈൻസോ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്കെല്ലാം സെറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഒന്ന് ടൈറ്റാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കറങ്ങും. അത് നല്ല രസമായിട്ട് ഈ പിള്ളേർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണിത്. നമുക്ക് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെറ്റായി കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.